ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. പാരോ ടൗൺ ഒന്ന് ചുറ്റിക്കാണുന്നതിന് വേണ്ടി നടക്കാനിറങ്ങിയതാണ് ഞാൻ. ഇപ്പോൾ സന്ധ്യയുടെ ഇരുട്ട് വീണ് തുടങ്ങി ഇരിക്കുന്നു. ഇന്നലെ മുതൽ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. എന്ന് പറഞ്ഞതാ ഈ ഹോട്ടൽ കണ്ടോ, ഷോങ് ടു ബോട്ടിക്. ഈ ഉച്ചാരണമില്ല, ഷോങ് ടു ബോട്ടിക്. അത്യാവശ്യം നല്ല ഒരു ഹോട്ടൽ ആയിരുന്നു. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റൂം ഹീറ്ററൊക്കെ എല്ലാ ഹോട്ടലുകളിലും ഉണ്ട്, കാരണം തണുപ്പാണല്ലോ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മളിവിടെ ഫാനും AC ഒക്കെ ഉപയോഗിക്കുന്നത് പോലെയേ ഉള്ളൂ. അപ്പോൾ വൈകിട്ട് ഒന്ന് ഐശ്വര്യമായിട്ട് നടക്കാനല്ല, എങ്ങനെ ഉണ്ട് പാരോ ടൗൺ എന്നൊന്ന് അറിയുന്നതിന് വേണ്ടി. ഒരു ചെറിയ ടൗണാണ്. ആ ഹൈവേക്ക് ചുറ്റും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പാരോച്ചു റിവറിന് ചുറ്റും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചെറിയൊരു ടൗണാണ് പാരോ ടൗൺ. ഒരേ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളതും ഈ പാരോ ടൗണാണ്. അപ്പോൾ ഈ ഷോങ് ടു ബോട്ടിക് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ, അതിൻ്റെ അടിവശത്ത് കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഭൂട്ടാൻ ലോട്ടറി ഉണ്ട്. അപ്പോൾ ഭൂട്ടാൻ ലോട്ടറിയൊക്കെ എടുക്കുന്നതിന് നല്ല തിരക്കാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ പണ്ട് പോലെ നമ്മുടെ നാട്ടിൽ പരിചയമുള്ളതാണല്ലോ ഭൂട്ടാൻ ലോട്ടറി. അപ്പം ഇതെല്ലാം ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. കാര്യങ്ങൾ ഒക്കെ കാണുന്ന മുറയ്ക്ക് അവതരിപ്പിക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, കണ്ടോ, ഇതാണ് കാഴ്ച. മറുവശത്താണ് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടൽ. ഇതാണ് സംഭവം, ഭൂട്ടാനീസ് ലോട്ടറി. ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ തിരക്കാതാണ്. നമ്മുടെ ആൾക്കാരൊക്കെ പലരും എടുത്തു, പലർക്കും അടിച്ചു. ആ അടിച്ചതുകൊണ്ട് വീണ്ടും എടുത്തു. അങ്ങനെയൊക്കെ പൊതുവെ ലോട്ടറികൾ നഷ്ടമായിരിക്കുമല്ലോ. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടിയോന്നറിയാൻ വയ്യ. 5 ലക്ഷം വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ബേക്കറി സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ ഭൂട്ടാനീസ് ലോട്ടറി. സിമ്പിളാണ്. 30 രൂപ കൊടുത്താൽ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ സ്ക്രാച്ച് ചെയ്താൽ മതി. സ്ക്രാച്ച് കഴിഞ്ഞാൽ അതിൽ ഒരേ ചിത്രങ്ങൾ വന്നു കഴിയുമ്പം 3 എണ്ണം വന്നു കഴിഞ്ഞാൽ 100 രൂപ. അങ്ങനെ കൂടി 5 ലക്ഷം വരെ. എല്ലാം ഒരേ ഡിസൈൻ ആണെങ്കിൽ 5 ലക്ഷം വരെ അടിക്കും. കുട്ടികൾ കുസൃതി കാണിക്കുന്നു. കുട്ടികൾ അവർക്ക് തണുപ്പൊന്നും അടിക്കുന്നില്ല. അത് ഇവിടുത്തെ ആളുകൾക്ക് പ്രത്യേകതയാണ്. തണുപ്പെന്ന് പറഞ്ഞ പ്രശ്നമേ ഇല്ല. ഏ ബേബി, ഗുഡ് ഡാൻസ്. ഫൈൻ ഡാൻസ്. അപ്പോൾ ഇതാണ് മാർജിൻ ഫ്രീ മാർക്കറ്റ്. എൻട്രി കാശി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. കാശി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. അപ്പം എല്ലാ സാധനങ്ങളും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കയറിയാൽ കിട്ടും. അപ്പോൾ അതാണ് കാശി ഡിപ്പാർട്ട്മെൻറ്റ്. പിള്ളേർ ഓടിക്കളയുന്നു. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചന്തമുള്ള പിള്ളേർ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് കുസൃതി, ഒരു നിവൃത്തിയില്ല, ഒരു മുഖം തരുന്നില്ല. ഹായ് ബേബി. ഹായ്. പാരോ ടൗണിലൂടെയുള്ള എൻ്റെ നടത്തം തുടരുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങ് അകലെ ആ കുന്നിൻ ചെരുവിലായിട്ട് പാരോ ജോങ് കാണാം. പാരോ ജോങ് എന്ന് പറഞ്ഞാൽ പാരോ കൊട്ടാരം. ആക്ച്വലി റിൻപുങ് ജോങ് ആണ്. റിൻപുങ് ജോങ് എന്നറിയപ്പെടുന്ന കൊട്ടാരം പാരോ ജോങ് എന്ന് ചുരുക്കി പറയും. വളരെ മനോഹരമായ കാഴ്ച. ആ ദീപാലങ്കൃതമായി സാന്ധ്യ നേരത്ത് കാണപ്പെടുന്ന കാഴ്ച ഒരു മാസ്മരികമായ ഒരു വശ്യത, ആ വശ്യതയ്ക്ക് മാറ്റുകൂട്ടുന്നതായി. ഇവിടെ വേറെ കെട്ടിടങ്ങളെല്ലാം മനോഹരമാണ് ഭൂട്ടാനിൽ. പിന്നെ ജോങ്ങുകൾ പൊതുവെ, പ്രത്യേകിച്ചും റിൻപുങ് ജോങ് എന്ന പാരോ ജോങ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കുക. അപ്പോൾ അതാണ്
കല എന്ന് പറയുന്നത്. ഇത് ഹൈവേ, ഈ പാരോ ഹൈവേ, ഇതിന് സമാന്തരമായി പാരോച്ചോ റിവർ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് വശത്തുമായിട്ട് ഈ ഹൈവേയുടെയും പാരോച്ചോ റിവറിൻ്റെയും ഇരുവശത്തായി ഡെവലപ്പ് ചെയ്ത ഒരു ചെറുപട്ടണം എന്ന് പറയാം. ഇതാണ് ഭൂട്ടാനിലെ രണ്ടാമത്തെ വലിയ നഗരം എന്ന്, ടൗൺ, നഗരം എന്നൊക്കെ പറയാമോ എന്നറിയില്ല, ആ രണ്ടാമത്തെ വലിയ നഗരം അല്ലെങ്കിൽ ടൗൺ ആണ് പാരോ. ഒന്നാമത്തത് തലസ്ഥാനമായ തിമ്പു. വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ ശാന്തത കളിയാടുന്ന ഒരു നഗരമാണ്, ടൗണാണ്. കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. സുവനീർ കടകൾ, തെരുവ് കച്ചവടം, ചെരുപ്പ്. അപ്പോൾ തെരുവ് കച്ചവടങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ചിലപ്പോൾ വില കുറവായിരിക്കും. വിലയൊന്നും ഞാൻ ചോദിച്ചില്ല. ഒരു കുട്ടി, പെൺകുട്ടി ഒരു ചെറിയ കുട്ടിയും കൊണ്ട് നടക്കുന്നു. ഈ ബാക്കിൽ ഇതേപോലെ മാറാപ്പ് പോലെ ഒരു സഞ്ചി പോലെ അതിനകത്ത് സുരക്ഷിതമായി കുട്ടികളെ ഇട്ടുകൊണ്ട് കൈ ഫ്രീ ആക്കിയാണ് ഇവിടെ ആൾക്കാർ നടക്കുന്നത്. അത് നല്ല അനുകരണീയമായ ഒരു മാതൃകയാണെന്ന് തോന്നുന്നു, കുട്ടികളെ സുരക്ഷിതമായി കൊണ്ട് നടക്കാൻ. അപ്പോൾ നമ്മുടെ കൈ ഫ്രീ ആവുകയും ചെയ്യും. അതോ എത്ര മനോഹരമായിരിക്കുന്നു നോക്കുക. സുവനീർ കടകൾ ഒക്കെ വളരെ നീറ്റായിട്ടാ. ആ പെൺകുട്ടി തിരിച്ചും പോകുന്നു കണ്ടോ. വളരെ മനോഹരമായി പാരോച്ചു റിവറിൻ്റെയും പാരോ ഹൈവേയുടെയും ഡ്രാഗൺസ് ഗിഫ്റ്റ് ഹൗസ്. ഡ്രാഗൺ ഇവിടെ വളരെ പ്രധാനമാണ്. ഡ്രാഗൺ ഈ ഭൂട്ടാൻ്റെ ആദ്യകാല പേര്, ഡ്രാഗൻ്റെ ചിത്രമുണ്ട് ഇല്ലേ, മിത്തിക്കൽ കഥാപാത്രം ഡ്രാഗൺ, വ്യാളി, ശക്തിയുടെ പ്രതീകമായ വ്യാളി. ഡ്രൂക്ക് എന്നാണ് ആദ്യം ഭൂട്ടാനെ വിളിച്ചിരുന്നത്. ഡ്രൂക്ക് എന്ന് പറഞ്ഞാൽ വ്യാളി എന്ന് തന്നെയാണ് അർത്ഥം. പിന്നീടാണ് ഭൂട്ടാൻ എന്ന് പേര് മാറ്റിയത്. ഭൂട്ടാൻ എന്ന വാക്കിനും അർത്ഥമുണ്ട്, ഹൈലാൻഡ്സ് എൻഡ്, പീഠഭൂമിയുടെ അറ്റം അല്ലെങ്കിൽ അവസാനം. ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് വന്നവരാണല്ലോ ഇവർ. അപ്പോൾ അത് ആലോചനാമൃതമായ ഒരു പേരാണ്. അപ്പോൾ അവരിവിടെ ടിബറ്റിൽ നിന്ന് വന്ന്, ടിബറ്റ് ചൈന കൈയടക്കിയപ്പോൾ ചൈനയ്ക്ക് പിടികൊടുക്കാതെ ഒരു കൂട്ടം ജനത അവിടെ നിന്ന് വന്നു. ഈ പർവ്വതങ്ങളുടെ ഇടയിൽ ഒരു ചെറു സാമ്രാജ്യം സ്ഥാപിച്ച് സമാധാനത്തോടു കൂടി ബുദ്ധമത തത്വങ്ങളിൽ അടിയുറച്ച് അവർ ജീവിക്കുന്നു. അവർ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ ഇന്ത്യൻ പട്ടാളം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അതുകൂടാതെ പല പാലങ്ങളും റോഡുകളും ഒക്കെ നിർമ്മിക്കുന്നതിനുള്ള സഹായവും നൽകുന്നു. അപ്പോൾ അവർ ദീർഘദൃഷ്ടിയുള്ളവരാണ്. അവർ സർവാധിപത്യ രാജ്യത്തോട് അവർ സഹായം ചോദിച്ചില്ല. ചൈനയോട് ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നമ്മളെ നാട്ടിൽ ചൈന പ്രേമികളായിട്ടുള്ള ചില ആളുകളുണ്ട്, സർവാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നവർ. അവർക്ക് ജനാധിപത്യത്തോടും നല്ല കൂറ്. പിന്നെ അതെല്ലാം മറ്റ് കാര്യങ്ങൾ, അതിലോട്ടൊന്നും നമ്മൾ കൂടുതൽ കടക്കണ്ട. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ്. ആളുകളെല്ലാം വളരെ ശാന്തശീലരാണ്. ഇവിടെ സമ്പത്തിനേക്കാളും ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് ഹാപ്പിനെസ്സിനാണ്. GNH എന്ന് പറയും, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്, ദേശീയ മൊത്ത സന്തോഷം. ബുദ്ധിസ്റ്റ് ആർട്ട് ഗാലറി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കലാപരമായ ഒരു ആർട്ട് ഗാലറി. താല്പര്യമുള്ളവർക്ക് പെയിൻറ്റിങ്ങുകൾ വാങ്ങിക്കൊണ്ട് പോകാം. എനിക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളില്ല. ഞാൻ ചെറിയ 2 ബാഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു ജോലിയും കൂടെ ഉള്ളത് കൊണ്ടാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വളരെ മനോഹരമായ നഗരം, വളരെ സന്തോഷകരമായി അവർ ജീവിതം നയിക്കുന്നു, സമാധാനപൂർണ്ണമായി ജീവിതം നയിക്കുന്നു. ഹോണൊന്നും അടിക്കാതെ വളരെ ചെറിയ വേഗതയിൽ വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് കണ്ടു പഠിക്കാനുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി നടപ്പിൽ വരുത്തിയ രാജാവാണ് ഇവിടെ ഭരിക്കുന്നത്, ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുക് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പം ഇത്തരം കടകൾ ധാരാളമായി ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതൊക്കെയാണ് പാരോ ടൗണിൻ്റെ വിശേഷങ്ങൾ. വസ്ത്രങ്ങൾ മിതമായ വിലയ്ക്ക് കൊടുക്കപ്പെടും.
മിതമായ വിലയാണോ എന്നറിയില്ല, എന്തായാലും ചോദിക്കുന്നില്ല നമ്മൾ. കാരണം കയറി ചോദിച്ചാൽ കൊള്ളാൻ എന്തെങ്കിലും വാങ്ങണം. നമ്മുടെ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് കയറി. കാരണം അല്ലേ നമ്മൾ ചെന്ന് വിലയൊക്കെ ചോദിച്ച്. ശോഭാജി ഇങ്ങോട്ടൊന്ന് നോക്ക്. അത് തന്നെ ശോഭാജി. പിന്നെ മാസ്ക് അത് വേറെ ആള് ഇവിടുത്തെ. ഹലോ നമസ്കാരം. ഞാൻ വൈകിട്ട് കുറച്ച് പാറോ ടൗൺ നമ്മളൊന്ന് എടുത്തില്ലേ മോശമല്ലെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. അപ്പോൾ എങ്ങനെ ഓരോ കടകളിൽ കയറി എല്ലാത്തിൻ്റെയും വില ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ് പോണത്. അങ്ങനെ അറച്ചു നിന്നപ്പോഴാണ് നമ്മളെ സുഹൃത്തുക്കളെ കാണുന്നത്. ഇവിടെ ഒരാൾ ഇതൊന്നും അറിയാതെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കും പോലും ഇല്ല. പിള്ളേരെല്ലാം അങ്ങനെ തന്നെ, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്നാ ഒന്ന് നടന്നു വരാം, നിങ്ങൾ വാങ്ങിയിട്ടൊക്കെ പതുക്കെ വരൂ. അത് നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ കൂടെ വന്ന സുഹൃത്തുക്കൾ. അവരും ഇതേപോലെ വൈകിട്ട് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഷോപ്പിങ്ങിന് എനിക്ക് ഒരു ചെറിയ ബാഗ്, 2 ബാഗുണ്ട്. ഒരു ചെറിയ ബാഗിൽ, ഹാൻഡ് ബാഗിൽ ഇതൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഉള്ള സൗകര്യത്തിന് ആ രീതിയിൽ വന്നതാണ്. പിന്നെ വലിയ ബാഗുണ്ട്, അത് നിറയെ സാധനങ്ങളുമുണ്ട്. ഇനി എന്ത് വാങ്ങിക്കൊണ്ടുപോകാൻ? പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിയാൽ മതിയല്ലോ. പിന്നെ ഇവിടെയൊക്കെ കയറി വാങ്ങുകയാണെങ്കിൽ ചിലപ്പം ചില സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നല്ല വില കുറച്ച് കിട്ടും. ക്ഷമാപൂർവം നമ്മൾ കയറി നോക്കണം. മൗണ്ടെയിൻ കഫേ എന്ന് പറയുന്ന ഒരു കഫേയെ പറ്റി കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത്. താരതമ്യേന നല്ല ഒരു കഫേയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഞാൻ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ടൂറിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ. പിന്നെ ഇനി ഡിന്നർ താമസിക്കുന്ന ഹോട്ടലിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് പാരോ ടൗണിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ. അപ്പോൾ ഒരു കടയിൽ കയറി. എന്തായാലും ഇത് ഇവിടെ ചീസാണെന്ന് തോന്നുന്നു. ചീസ് പിന്നെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. What is this? This is cheese. Cheese. This? Buy this? This is paneer. Paneer. Okay, paneer. Paneer is here. Cheese is here. Everything is here. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. ഹലോ. ഓക്കെ. സുഗന്ധദ്രവ്യങ്ങൾ, ഐറ്റങ്ങൾ. എന്തായാലും ഞാൻ ധൈര്യമായിട്ട് ഇങ്ങ് കയറി ഇവിടെ ഇതൊക്കെ നോക്കാനായിട്ട്. കണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നു. താരതമ്യേന കണ്ടില്ലേ, വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. ഇത് ബനാന ആണോ എന്ന് സംശയം. ഉണക്കി വെച്ചിരിക്കുന്നത് ആയിരിക്കുമോ എന്നറിയാൻ വയ്യ. ആയിരിക്കും. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. പുള്ളിക്കാരൻ ഇറങ്ങിപ്പോയി. പുള്ളിക്കാരനെ നമ്മളെ നല്ല വിശ്വാസമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുത്തെ ആളുകൾ കൊള്ളാം. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും വന്നാൽ ഇങ്ങനെ ഇറങ്ങിപ്പോകും. അവർക്ക് സമാധാനം. വിളിച്ച് അവിടുത്തെ ലോട്ടറിയുടെ പരിപാടിയുണ്ട്. അപ്പോൾ പുള്ളി കുറച്ച് സമാധാനമായിട്ടാണ് വന്നത് തന്നെ. പുള്ളിയുടെ ജോലി തിരക്ക് ലോട്ടറിയൊക്കെ കഴിഞ്ഞ് പതുക്കെ എല്ലാം ഒരു സമാധാനമാണ്. ഇവിടെ ആരും എടുത്തോണ്ടൊന്നും പോകില്ലെന്ന് പുള്ളിക്കറിയാം. നമ്മളങ്ങനെ എടുത്തോണ്ട് പോകില്ല. എങ്കിലും അങ്ങനെയല്ലല്ലോ ആൾക്കാർ. ഇതൊക്കെ പനീറാണ്. പനീറിൻ്റെ പല പല വെറൈറ്റികളാണ്. പാൽ ഉൽപ്പന്നം ധാരാളമായി ഉള്ള സ്ഥലമാണ് ഇത്. കണ്ടോ, അകത്തോട്ടൊക്കെ കയറി നോക്കാം. ഇവിടെ എങ്ങും ആരുമില്ല. അവരൊന്നും പറയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ പുള്ളി ധൈര്യമായിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. നമ്മളിത് എന്നൊന്നും എടുത്തുകൊണ്ട് പോകില്ല എന്ന് പുള്ളിക്ക് അറിയാം. അപ്പോൾ അതാണ്. ഇപ്പം എന്തെങ്കിലും ഒന്ന് വാങ്ങുകയും വേണം. നമുക്കാണെങ്കിൽ ഒന്നും വേണ്ടാതാനും.
എന്തെങ്കിലും ഒന്ന് ആവശ്യമില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കളയാം. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പലവ്യഞ്ജന സാധനങ്ങളും ഉണ്ട്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ओके बाय. आपका नाम? संगे. ओह संजय. ओह अच्छा नाम. Okay, I'm a YouTuber from India. Nice to We are staying there up this boutique, this hotel upstairs. We are staying. 16 members here. Okay. Thank you. Bye.